പ്രേക്ഷകർക്കും നമസ്കാരം. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും വൺസ് അപ്പോൺ എ ടൈമിന് മലയാള ടെലിവിഷൻ പ്രേക്ഷകർ നൽകുന്ന പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെൽക്കം ടു എ സൂപ്പർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് വൺസ് അപ്പോൺ എ ടൈം. പൊട്ടിച്ചിരികൾക്ക് തിരികൊളുത്തുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യം നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. നമുക്ക് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ സ്വന്തം പക്രുചേട്ടൻ. Okay, it's time to welcome the stand-up comedy performer of this episode, and that is Sudhish Tirumambadi. Okay, Sudhish, welcome back. Thank you. Last performance-നെ പറ്റിയുള്ള feedbacks ഒക്കെ കിട്ടിയോ? പിന്നെ തീർച്ചയായിട്ടും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായോ? അതുകൊണ്ടായി, കാരണം പറഞ്ഞത് കൂട്ടുകാരനെ കുറിച്ചാണല്ലോ. അപ്പോൾ അവരെന്തായാലും നല്ല ഒതുക്കത്തിൽ വീടിന്റെ സൈഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് നന്നായിട്ട് സ്നേഹിച്ച് സ്നേഹ സമ്മാനങ്ങളൊക്കെ തന്ന് ഇനിയും നീ പോയി പറയണമെന്ന് പറഞ്ഞു വിട്ടതാണ്. തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രാവശ്യം കൂട്ടുകാരൻ്റെ ചേട്ടനെ കുറിച്ചുള്ളൊരു കഥയാണ്. അപ്പോൾ നമ്മൾ കലാകാരന്മാരെല്ലാവരും ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ഭാര്യ, അത് കഴിഞ്ഞാൽ സ്റ്റേജും പിന്നെ നമ്മുടെ മൈക്കുമാണ്. അപ്പോൾ അതേപോലെ തന്നെ ലൈറ്റും സൗണ്ടും ഒക്കെയുള്ള സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ഒരു പുള്ളിയാണിത്. ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഉടമയാണ് പുള്ളി. എവിടെ ഒഴിവിൽ സ്റ്റേജ് കിട്ടിയാലും അവിടെ കയറി അപ്പോൾ വൺ മാൻ ഷോ ചെയ്ത് കളയും. അങ്ങനെ ഈ പുള്ളിക്ക് ഒരു പ്രോഗ്രാം ഒക്കെ സെറ്റാക്കി എടുക്കുന്ന പരിപാടി, പ്രോഗ്രാം പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പുള്ളി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വണ്ടി ബേക്കിൽ വിട്ടിട്ട് പുള്ളി മുമ്പിൽ ബൈക്കിൽ ഒരാളെ വരുത്തി അങ്ങ് പോവുള്ളൂ. ഹെൽമെറ്റൊക്കെ വെച്ച് ഭയങ്കര സെറ്റായി അങ്ങനെ അങ്ങ് വിട്ട് പോവുള്ളൂ. ഒരു വളവിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാൽ അടുത്ത വളവിലെത്തിക്കഴിഞ്ഞാലും ആ ഇൻഡിക്കേറ്റർ പുള്ളി ഓഫാക്കിയല്ല. അപ്പോൾ ഈ പുള്ളി ഹെൽമെറ്റൊക്കെ വെച്ച് ചെവിക്ക് ചെറിയ കംപ്ലൈൻറ്റും ഉണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് ബൈക്കിൽ അങ്ങനെ പറന്നങ്ങനെ പോവുക. അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വണ്ടി ബേക്കിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ഈ സൈഡിൽ കൂടി ഒരു ബൈക്ക് ഇങ്ങനെ കയറി വന്നിട്ട് പറയാണ്, ചേട്ടാ ഇൻഡിക്കേറ്റർ ചേട്ടാ, ഇൻഡിക്കേറ്റർ സിന്തറ്റിക് ബാങ്കോ, അത് ഇവിടെ അല്ല, അത് അപ്പുറത്തെ വളവിലാന്ന്, അത് അപ്പുറത്തെ വളവിൽ. അങ്ങനെ പുള്ളി സ്റ്റേജിലെത്തി കാര്യ സംഭവങ്ങളൊക്കെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങനെ പോവുക. അപ്പോൾ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളിൻ്റെ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നതല്ലേ, അപ്പോൾ ഈ ഇവരെ കൂടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു അവസരം എപ്പോഴും കിട്ടില്ലല്ലോ, അപ്പോൾ ഫോട്ടോ എടുക്കാം. അപ്പോൾ സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിലേക്ക് വരുന്ന വഴി അപ്പം ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ ഇവരെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി രാജശില്പി എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജുബ്ബയും താടി മുടിയും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത്, ചേട്ടാ അതേ ഒരു സാമി ഇരിക്കണം, നമുക്ക് പുള്ളിയോട് ഫോട്ടോ എടുത്താലോ എന്ന്. എൻ്റെ പൊന്നടോ, അത് സാമിയല്ല, അത് ഫിഗർ ഇട്ടിരിക്കണമെന്ന്. ഫിഗറോ? ഏത് ഫിഗർ ഏതാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഡിറ്റോ ഫിഗറാന്ന്. അങ്ങനെ അത് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഇതായി സെറ്റായി. ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രോഗ്രാം ചെയ്യാനൊരു അവസരവും സമയവും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എവിടെ അവസരം കിട്ടിയാലും വൺ മാൻ ഷോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുള്ളി നേരെ പറഞ്ഞു, എന്നാൽ ഞാനൊരു പ്രോഗ്രാം ചെയ്യാം, എൻ്റെ വൺ മാൻ ഷോ. ഭയങ്കരമായിട്ട് കയറി സംഭവമൊക്കെ ചെയ്ത് മൈക്കൊക്കെ ചെയ്ത് ഹലോ ഡിസ്ട്രിക്ട് ഹലോ. അപ്പോൾ ഈ സംഭവം ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ, ചേട്ടാ എല്ലാവരുടെ ആവശ്യമുണ്ട്. അപ്പോൾ പുള്ളി വൺ മാൻ ഷോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന DJ ആണ്. അപ്പോൾ DJ ചെയ്യുമ്പം ഈ DJ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് കൂവണം. അതാണ് പുള്ളി ചെയ്യുന്ന സാധനം. അതായത് വൺ മാൻ ഷോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, എൻ്റെ വൺ മാൻ ഷോ. ഞാൻ എവിടെയോ കാണിച്ചിട്ടുള്ളതാണ്. അതായത് ഈ കൂവല് പോലെ തന്നെ കൈയടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയൊരു മനുഷ്യൻ. അപ്പം കൈയടിച്ചിട്ട് കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നു ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ പുള്ളി പാടും, പുള്ളിക്കൊരു അവസരം കൊടുക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു സ്റ്റേജിൽ. കണ്ടിട്ടൊരു പാട്ടുകാരൻ്റെതായ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നതിന്, പക്ഷെ കണ്ടല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. പുള്ളിയുടെ ഞാൻ ചോദിച്ചു, ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ആദ്യ ഉഷ സന്ധ്യ പൂത്തത് ഇവിടെ. അപ്പോൾ എടുത്താൽ പൊങ്ങാത്ത പാട്ട് കേട്ടോ പുള്ളി വന്നേക്കുന്നേ. ശരി പാടാന്ന് വെച്ചു. പുള്ളി പാടാൻ സ്റ്റേജിൽ വന്ന് തൊട്ട് തലോടിയൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം 10,000-25,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റത്തിൽ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ അത് കൃത്യമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവൻ ആദ്യം തന്നെ ആദിയുഷ ഇത് പാടിയപ്പം പൂത്തത് വിടേന്ന് വെച്ചപ്പോൾ ഒരു കയ്യടി ഉണ്ടായി. അവൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കയ്യടി.
അപ്പം ഒരാത്മകഥം കൂടെ വന്നുപോയി. അതാ കാണിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യ ഉഷസന്ധി പൂത്തത് എവിടെ കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൈയടിച്ചു. നല്ല സൗണ്ട്. ഈ പുള്ളി അവിടെ റെഡി ആയിട്ട് നിന്നിട്ട് ഓക്കെ. ആദിയുഷസന്ധ്യ പൂത്തതിവിടെ, ആഹാ ആദിസർഗ താളമാർന്നതിവിടെ. ഒരാഹാ ആത്മകഥം കൂടെ കയറിയങ്ങ് വന്നവൻ്റെ. പ്രോഗ്രാം പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, നാടകമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന സംഭവമുണ്ട്. നാടകത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ പരിപാടി നിങ്ങൾ നിർത്തിക്കോണം, കാരണം നാടകത്തിൻ്റെ ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ വടകര വരതേൻ്റെ പരിപാടിയാണ് നാടകം. അപ്പോൾ ഒരു പുള്ളി പാടാൻ വേണ്ടി സ്റ്റേജിൽ ഇങ്ങനെ കയറി പാടുകയാണ്. കാനനവാസ എന്ന് പറയുമ്പോഴാണ് വടകര വരതേൻ്റെ വണ്ടി ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ വരും ആ സ്റ്റേജിലോട്ട്. വടകര വരത ഇത് പറഞ്ഞപ്പോഴാണ് ഒരു അനൗൺസർക്ക് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് പറഞ്ഞ്. പക്ഷെ അടി കിട്ടി. ഇനി മേലാ നീ ഒരിടത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞ് അടി കിട്ടി. സംഭവം ഇത്രേ ഉള്ളൂ. ഈ ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം കത്തി നിൽക്കുന്ന സമയമാണ് പുള്ളി കയറി അനൗൺസ് ചെയ്താണ് അടുത്ത ഗാനം ശബരിമലയിൽ തങ്ക എന്നേ പറഞ്ഞുള്ളൂ. അടുത്ത സ്റ്റേജിൽ നീ തങ്ക സൂര്യോദയം കൂടെ ഒന്നിച്ച് പറയണം. അപ്പോൾ അല്ല, ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ചില പാട്ടുകളിൽ നമ്മൾ ഏത് വരി അനൗൺസ് ചെയ്യേണ്ടതെന്നൊരു സാധനമുണ്ട്. എല്ലാ പാട്ടുകളും അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ എന്ന് പറയുന്നത് അതിൻ്റെ പല്ലവിയാണല്ലോ. പല്ലവിയുടെ ആദ്യത്തെ 2 or 3 വാക്കുകളാണ് നമ്മൾ സാധാരണഗതിയിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിമിക്കി കമ്മൽ ഹിറ്റായി അടുത്ത കാരണം ജിമിക്കി കമ്മൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കൈയടിക്കുന്ന ഒരു സമയത്ത് ഒരു കൈയടിയില്ല, ആൾക്കാർ ചീത്തയും പിടിച്ചു വരുത്തുന്നത്. അടുത്ത ഗാനം നിന്റെ അമ്മയുടെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു പ്രമോദ്. ഒരു ട്രൂപ്പിൽ ഒരു പള്ളിയിലെ അച്ഛനാണ് അനൗൺസ് ചെയ്യുന്നത്. എട്ടക്കാലത്ത് ആ 90കളുടെ പകുതിയായപ്പോൾ പാട്ടും ഹിറ്റ്, പടത്തിന്റെ പേരും ഭയങ്കര വലുത്. പ്യാർ കിയാ തോ ഡർനാ ക്യാ, ദിൽ തോ പാഗൽ ഹേ, ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ, ഹം ആപ്കെ ഹേ കോൻ. ഇത്രയുള്ള പേരുള്ള ഡർ എന്ന ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഗുപ്ത് എന്ന ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിയുടെ സ്റ്റേഷൻ പോയിട്ട് ഇതെല്ലാം കൂടി ഓർക്കാൻ വയ്യ അച്ഛന്. അപ്പോൾ പാട്ടിൽ ആ ട്രൂപ്പിൽ പാടുന്ന പെങ്കൊച്ചി ചെവിയിൽ പറഞ്ഞു കൊടുക്കും സിനിമയുടെ പേര്. അത് വെച്ചിട്ടാണ് പുള്ളി ഇത് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലിരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു കൊടുത്തിട്ട് ഏറ്റു പറയുന്നതിൻ്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് ഫ്രണ്ടിലിരുന്ന് കേട്ടാൽ മനസ്സിലാവും. ഹം ആപ്കെ ഹേ കോൻ എന്ന ചിത്രത്തിൽ ഗാനം ആലപിക്കുന്നു സതീഷ്. ഈ അച്ഛൻ്റെ കഥ പറഞ്ഞപ്പോഴേ, പള്ളിയിലച്ഛൻ്റെ കഥ പറഞ്ഞപ്പോൾ അതുപോലെ ഒരു സംഭവമുണ്ട്. ഒരു പള്ളിയിൽ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് പോകുന്നത് നമ്മുടെ വലിയൊരു ആർട്ടിസ്റ്റാണ്, മണിച്ചേട്ടൻ്റെയൊക്കെ ഫിഗറൊക്കെ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അച്ഛൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഈ പുള്ളീൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് മണിയെ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇതേപോലെ മണിയുടെ പാട്ടൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മുന്നിൽ മണിയായിട്ട് തന്നെ അവതരിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതൊക്കെ കേട്ടാൽ പുള്ളി അങ്ങോട്ട് ഇതായിട്ടേ പെട്ടെന്ന് പള്ളിയിലച്ഛൻ്റെ കൂടെ കയ്യിൽ പിടിച്ചിട്ട് പറയാ, ഓക്കേടാ കുട്ടാ, ശരി മോനെ. ഈ എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് പലയിടത്തും ഭയങ്കര പ്രശ്നമാണ്. തമിഴ്നാട് ബോർഡറിൽ ഒരാൾ അനൗൺസ് ചെയ്തതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോട്ടയം പ്രഖു അവതരിപ്പിക്കുന്ന മമ്പളം മിമിക്സിൻ്റെ, മംഗളം മിമിക്സ് എന്ന് പറഞ്ഞാൽ മമ്പളം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മേയർ അപ്പോൾ ഒരു CD പ്രകാശനത്തിൻ്റെ സംഭവമാണ്. ആ ചടങ്ങിൽ CD പ്രകാശനം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് മുന്നേ 3-4 പ്രാസംഗികരെ എന്നെ അഭിസംബോധന ചെയ്തു. നമ്മുടെ ഗിന്നസ് പക്രു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾ പക്രു, അങ്ങനെ പിന്നെ വീണ്ടും അടുത്ത ആൾ അതിസംബോധന ചെയ്തപ്പോൾ പക്രു എന്നൊക്കെ പറഞ്ഞപ്പം മേയർ ഇങ്ങനെ ഒരു ഏത് മേയറാണെന്നും ഞാൻ പറയില്ല കേട്ടോ, പേര് പറയില്ല, മേയർ എന്ന് ഓർത്താൽ മതി. പുള്ളി ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഫോണുണ്ട്, മെസ്സേജ് നോക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇതായി. അപ്പോൾ പുള്ളി എണീറ്റ് നിന്നു, എല്ലാവർക്കും നമസ്കാരം, അധ്യക്ഷൻ്റെ പേര് പറഞ്ഞു, CD പ്രകാശനത്തിന് വന്ന പക്കടയ്ക്ക് ഈ ബറു ബ്രഖു പ്രിഖേ എന്നൊക്കെ പറഞ്ഞ ഈ പ്രാ വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പക്കട എന്ന് പറഞ്ഞ് തെറ്റിട്ട് ആദ്യമായിട്ടാ ഈ ഞാൻ ഒരിടത്ത് പരിപാടിക്ക് പോയപ്പം എൻ്റെ കൂടെ ഏതോ ഒരു കോടതി ജഡ്ജ്, ഞാൻ പറയുന്നില്ല,
ഒരു നല്ല സൂപ്പർ വലിയ തരം കോടതി പറഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങൾക്ക് അറിയാം. എനിക്കറിയാം, അതുകൊണ്ട് മിണ്ടണ്ട. ഈ പറഞ്ഞ ജഡ്ജ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ജഡ്ജി ശരിക്കും 100% മലയാളം പരിപാടികളൊന്നും അങ്ങനെ കാണുന്ന ആളല്ല. മലയാളമൊക്കെ അറിയാം, എന്നാലും ജഡ്ജല്ലേ, നമ്മുടെ പരിപാടിയിൽ നിന്ന് കാണുന്ന ആളൊന്നുമല്ല. അപ്പം അതിൻ്റേതായ ഒരു ചെറുപുച്ഛം ഇങ്ങോട്ടിടുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടല്ലാത്തൊരു പുച്ഛം അങ്ങോട്ടിടണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും നടത്തി എഴുന്നള്ളിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയപ്പോഴും ഞങ്ങളെ കാര്യമായിട്ട് മിണ്ടുന്നില്ല. പുള്ളിയുടെ കാറിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇത്രയും വലിയ ബോർഡൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാറിലൊക്കെ വന്നേക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇരിപ്പുണ്ട്, ഞാനും ഇരിപ്പുണ്ട്, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഐ തിങ്ക് ഐ ഹാവ് സീൻ യുവർ പ്രോഗ്രാം, ഗുഡ്, ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ സ്വാഗത പ്രസംഗം വന്നു. അപ്പം ഞാനും ട്രംപുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു സ്കിറ്റ് നല്ലോണം ഇൻ്റർനെറ്റിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് കളിക്കുന്നൊരു സമയമാണ്. പുള്ളി നമ്മുടെ ഓണറബിൾ ജസ്റ്റിസ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, അത് സാധാരണ അങ്ങനെ പൊതുപരിപാടിക്ക് പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് വന്നതിൽ വളരെ വളരെ സന്തോഷം പറഞ്ഞ് പുള്ളി ഇങ്ങനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും പറഞ്ഞു, മാത്രമല്ല രമേശ് പിഷാരടി സാർ, ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള സംവാദമാണെന്ന് ഈ ജഡ്ജ് ഒരു നോട്ടം. കാരണം പുള്ളി പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് സംവാദം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുടെ അടുത്താണോ ഞാൻ പുച്ഛ കിട്ടുന്ന ഓർത്തിട്ട് പുള്ളി എനിക്ക് വെള്ളമൊക്കെ എടുത്തത് സുഖമാകുന്നു പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായ പുള്ളി അവിടെ ചെന്ന് കഴിയുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഇനി അതെടുത്ത് വെക്കുന്നതല്ല. അല്ല, ഇത് പറയുന്നവരെ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ എപ്പിസോഡ് കണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷെ പുള്ളി ഇത് കാണിയല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ പണ്ട് വർഷങ്ങൾ മുമ്പ് ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കോമ്പറ്റീഷൻ സ്വഭാവമുള്ള ഷോയാണ്. അപ്പോൾ മിഥുൻ പള്ളുരുത്തി ഇപ്പോൾ ഈ ഷോയിലൊക്കെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ഫിലിമുകളിലെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മിഥുൻ പള്ളുരുത്തി എന്ന് പറയുന്ന ആൾ വന്നിട്ട് ഒരു സ്കിറ്റ് ഇങ്ങനെ റൂമിലിരുന്ന് നമ്മൾ പറഞ്ഞു നോക്കുമല്ലോ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ക്ലൈമാക്സ് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, ക്ലൈമാക്സ് ഒരു വരിയുള്ളൂ, ഒരു അമ്മിക്കല്ലിൻ്റെ കുഴവ് കിട്ടുമോ, എന്തിനാ തലക്കടിച്ച് കൊല്ലാനാ എന്ന് പറയുന്നതാണ് ക്ലൈമാക്സ്. അപ്പോൾ ആ ക്ലൈമാക്സ് കൊള്ളൂലായിരുന്നു, ആ കഥയ്ക്ക് ആ ക്ലൈമാക്സ് ഇല്ല. ഞാൻ പറഞ്ഞു, മിഥുനെ നമുക്ക് ഈ ക്ലൈമാക്സ് ഒരു ഇച്ചിരിയും കൂടെ, ഞാനിവിടെ പറഞ്ഞേട്ടാ സ്റ്റേജിൽ വേറൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരെ വിശ്വസിക്കാം, പോട്ടെ നല്ല വിശ്വസിക്കാൻ നിർത്തും. സ്റ്റേജിൽ ഇവൻ വേറെന്തോ കരുതിയിട്ടുണ്ടെന്ന് വെച്ചപ്പോഴേ വേറൊന്നുമില്ല. സ്റ്റേജിൽ എങ്ങനെയാണെന്നറിയാമോ, സ്റ്റേജിൽ എത്തിയപ്പോൾ ഞാൻ എന്താ ഇവൻ ചെയ്യണമെന്ന് കാത്തിരുന്നപ്പം ഒരു അമ്മിക്കല്ല് കിട്ടുമോ, എന്തിനാ തലക്കടിച്ച് കൊല്ലാനാ കഴിഞ്ഞ ഇതൊന്ന് ഒച്ചയും കൂട്ടി വലുതാക്കി പറഞ്ഞിട്ട് എന്നോട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ഏറ്റില്ല, ഞാൻ ഏൽപ്പിച്ചാ പറഞ്ഞേന്ന്. വെരി ഗുഡ് പെർഫോമൻസ് സുധീഷ്, അടിപൊളിയായിരുന്നു. സുധീഷേ, എന്തോ വളരെ നന്നായിരുന്നു. സുധീഷിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓർത്ത് കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും കഥകൾ ഇങ്ങനെ പറക്കി വെച്ച് പറയാതെ അതിനൊരു ഫ്ലോ ഇട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പ്രധാനം സുധീഷിൻ്റെ ഒരു ശൈലിയാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ, അദ്ദേഹത്തിൻ്റെതായ ഒരു സിഗ്നേച്ചർ രീതി എന്ന് പറയുന്നത് ഒരെണ്ണമുണ്ടല്ലോ, അത് വേണം. അത് സുധീഷിന് നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ അത് കുറച്ച് പഞ്ച് ചെയ്ത് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിന് വേറെ ഒന്നും പറയേണ്ട. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്നത് കഥ പറഞ്ഞു വരുമ്പോൾ ഒരു ഫ്ലോയിൽ എങ്ങനെയും കൂടെ പോയിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ പഞ്ചായിട്ട് തന്നെ അവതരിപ്പിക്കും. ആ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരായിരിക്കും. എല്ലാ സുധീഷിന്റെ തിരുവമ്പാടി എന്നല്ലേ വരുന്നത്, തൃശ്ശൂർ തിരുവമ്പാടിയാണ്, കോഴിക്കോട് തിരുവമ്പാടിയാണ്, ആലപ്പുഴയിലൊരു തിരുവമ്പാടിയുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഈ ആലപ്പുഴ തിരുവമ്പാടിയുടെ അടുത്താണ്, അവിടെ അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന്. അപ്പം ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശേഷണങ്ങളില്ല പറയാൻ. നമ്മൾ ആദ്യം ഒരു പരിപാടി, ഇന്ന പരിപാടിയിലൂടെ പ്രശസ്തനായ, പിന്നെ ഇന്നതായെന്ന് പറഞ്ഞ് നമുക്ക് ഈ ആഡ് ഓൺസ് വരുമല്ലോ നമ്മുടെ പേരിനോടൊപ്പം, ഇതൊന്നും ഇല്ല. അപ്പം ഞങ്ങളൊക്കെ ചില ഷോയ്ക്ക് പോകുമ്പോൾ 2 പേർക്ക് അതുണ്ടാവും. കൊച്ചിൻ ഹരിശ്രീയിലൂടെ ഇന്ന ഓഡിയോ കാസറ്റുകളിലൂടെ ഏറെ പ്രശസ്തനായ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല പറയാൻ. അപ്പം ഞാനൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കഴിഞ്ഞ പോളിടെക്നിക് കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയെന്ന് പറയും. ഈ പോളിടെക്നിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം ഒന്നും ആരും ഓർക്കുകയില്ല. യൂണിവേഴ്സിറ്റിയൊക്കെ പിന്നെയും പിടിക്കും. പോളിടെക്നിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ രമേശ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം ഒരു സാധനമായി ആരും ഒന്നും യോജിക്കത്തുമില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതും ഇല്ലാത്തൊരുത്തും വന്നേക്കുക. ഇതും ഒരുത്തുമ്പോൾ വന്നപ്പം അവൻ അമ്പലപ്പുഴയെന്ന് വരുന്നത്. അവനെ ഞാനിപ്പോൾ കേട്ടിട്ട് ഒരു നിമിഷം ഞാൻ കൃഷ്ണൻ നമ്മുടെ കൂടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചു പോയി. കാരണം പുള്ളിയുടെ അനൗൺസ്മെന്റ് എങ്ങനെ അറിയാമോ,
അമ്പലപ്പുഴയെക്കുറിച്ചും അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ചും കേൾക്കാത്തവരായി ആരുമില്ല. പെരുന്തച്ഛൻ്റെ കഥ മുതൽ നമ്മുടെ കേരള ചരിത്രത്തിൽ അമ്പലപ്പുഴ എങ്ങനെയെല്ലാമാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മണ്ണുവാരി തിന്ന് കുട്ടിക്കുറുമ്പനൊന്ന് വായ തുറന്നപ്പോൾ 14 ലോകവും കണ്ട കൃഷ്ണന്റെ ബാല്യകാല ലീലകൾ നമുക്ക് മറക്കാനുമാകില്ല. അമ്പലപ്പുഴ, അതെ, അമ്പലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴ രതീഷ്. അടുത്ത് നിന്ന പെണ്ണ് ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറൊന്നും പറയാനില്ല. എന്നിട്ടേ അമ്പലപ്പുഴയെ പറ്റി ഓക്കെ, ഒരു മികച്ച അവതരണ ശൈലി ഉണ്ടെന്നുള്ള ഒരു നല്ല ഫീഡ്ബാക്ക് ആണ് സുധീഷ് ലഭിച്ചിരിക്കുന്നത്. സോ ഗുഡ് ലക്ക് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കീപ് അപ്പ് ദി ഗുഡ് വർക്ക്. താങ്ക് യു. ചേട്ടൻ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സന്തോഷിക്കുന്നേ? സന്തോഷിച്ചല്ല മോളെ, കരഞ്ഞതാ. എക്സ്പ്രഷൻ ഇടാൻ അറിയാത്തവന്റെ വിഷമം നോക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മോളെ. ഷറടി, എന്റെ വീടിന് തൊട്ടടുത്തൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി പരിശോധിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പല്ലേ? ആ, എങ്ങനെ മനസ്സിലായി? അല്ല, തങ്ങള് പൈസ കൊടുത്തിട്ട് എവിടെയും പോകുന്ന എനിക്കൊരു തോന്നലും ഇല്ല. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ എന്ന്. അല്ല, സാധാരണ ക്യാമ്പൊക്കെ 1-2 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ആ, അതെ. ഇതെന്താ ഒരാഴ്ചത്തെ ക്യാമ്പ്? ക്യാമ്പല്ല, പിന്നെ ഞാൻ ഒരാഴ്ചയും കൂടി ജീവിച്ചിരിക്കുള്ളൂ. ശ്ശോടാ. എന്ത് പറ്റിയതാ? എന്റെ കിഡ്നിയും ക്രിക്കയും നഷ്ടപ്പെട്ടു. ചേട്ടാ, കിഡ്നിയും വൃക്കയും ഇതൊന്നും അറിയില്ലേ? എല്ലാം കൃത്യമായിട്ട് പറയാൻ ഞാനൊരു ആങ്കറല്ല, പച്ച മനുഷ്യനാ മോളെ. ഷാരടിക്കറിയോ എന്താ? ഇതറിഞ്ഞ ശേഷം എൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ മാരീഡ് എന്നുള്ളത് മാറ്റി സിംഗിൾ എന്നാക്കിയവള്. അത് പോട്ടെ നോക്കാം. സഹിക്കാൻ പറ്റാത്ത വേറെ കാര്യമുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അലമാര തുറന്നു നോക്കിയപ്പോൾ അതിലൊരു വിധവാ പെൻഷന്റെ ഫോം ഇരിക്കണം പിഷാരടി. പിന്നെ ആകുള്ളൊരു സമാധാനം, സ്വത്തിന്റെ കാര്യത്തിൽ എൻ്റെ മക്കൾ തമ്മിൽ ഒരിക്കലും കലഹിക്കില്ല. അവര് തമ്മിൽ നല്ല ഐക്യത്തിലാണല്ലേ? അതല്ല, എൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയത് മുഴുവൻ ഞാനായിട്ട് നശിപ്പിച്ചില്ലേ. പിന്നെ എന്തെടുത്ത് വെച്ച് എൻ്റെ മക്കൾ കലഹിക്കാനാണ്? നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? അതല്ലേ 2 മക്കള്. പിന്നെ നല്ലവനായ പിഷാരിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞേ? കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് പിഷാരടിയോട് ഒരു കാര്യം പറയാനുണ്ട്. മൊത്തത്തിൽ പറ. പിഷാരടിയോട് ഒരു കാര്യം പറയാനുണ്ട്. നല്ലവനായെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് ഞാൻ അറിയാണ്ടിട്ട് പോയതാണ്, ക്ഷമിക്കണം. സോറി, ഞാൻ ആവർത്തിക്കില്ല. പിഷാരടിയോട് ഞാൻ എന്തോരം ക്രൂരതയാണ് ഈ വേദിയിലൊന്ന് കാണിച്ചതെന്ന് അറിയാമോ? എന്തോരം ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പിഷാരനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അതിന് പ്രായശ്ചിത്തമായിട്ട് പിഷാരടി എന്നൊരു ഇടിക്കണം. ഇടിക്കൂലേ? ഇന്നലെ വരെ അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നെൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയേക്കണം. അല്ല, നിങ്ങള് ഇല്ല, ഞാനത് ചെയ്യില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇടിക്കാം. ഒന്ന് പറഞ്ഞു കൊടുക്കും. അല്ല പിഷാരടി, പുള്ളി എന്തായാലും ഒരാഴ്ച എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അസുഖം വന്ന ഒരാളുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അത്ര ഒരാഴ്ചക്കകം മരിക്കുമെന്ന് എന്നോട് പുള്ളി, നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാ പോരെ? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നെ ഇടിക്കണം, ഒരു ഇടി. ഇല്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ചേട്ടാ. ഒരു ഇടി എന്നെ ഇടിച്ചില്ലെങ്കിൽ എന്റെ ആത്മാവ് ചെയ്തു കൊടുക്ക്. ഡയനെ ഞാൻ എന്ത് ചെയ്യണം? ഡയനെ ആഗ്രഹം പറഞ്ഞതല്ലേ, ചെയ്തോ ചേട്ടാ. കേട്ടോ? ഒരു നിങ്ങളെല്ലാരും അങ്ങനെ പറയണേ, ഞാൻ ചെയ്യാം. സന്തോഷമായിട്ടിരിക്കണം നിങ്ങൾ കേട്ടോ, ഒരു ടെൻഷനും വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും നടത്തിയിട്ട് വേണം കേട്ടോ. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇടിക്കും പിഷാരടി, മടിക്കാണ്ട് ഇടിക്കും. ഇടിച്ചോളൂ, ഞാൻ നിന്ന് തരാം. എന്തിനാ പേടിക്കണേ? ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ ഇടിച്ചു മറിക്കുന്നു. എന്താണ് കാണിക്കണേ? ഞാൻ നിന്നെ തൊട്ടല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ ഞാൻ ചുമ്മാ പുള്ളിനെ ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. ഞാൻ ഇടിച്ചിട്ടില്ല. ഞാൻ പുള്ളിനെ ജസ്റ്റ് പുള്ളി പറഞ്ഞുകൊണ്ട് പുള്ളിനെ ഒന്നിങ്ങനെ ഞാൻ തൊട്ടല്ലേ ഉള്ളൂ. അങ്ങനെ തൊട്ടത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്നോട് ഇടിച്ചത്? ഇനി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചാവും. സത്യം, ഈ സമൂഹത്തിനോടൊക്കെ നിങ്ങൾ വിളിച്ചു പറയണം പിഷാരടിയാണ് എന്നെ ഇടിച്ച് കൊന്നെന്നുള്ളത്.
ചത്താലും നിന്നെ വെറുതെ വിടൂല. ഞാൻ തന്നെ ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ. ചിരിക്കഥകളും തമാശകളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Until then, it's bye-bye from Once Upon a Time.